അപ്പം നമസ്കാരം. ഇന്ന് ഡിസംബർ 29 ഞാൻ നിലവിൽ ഓസ്ട്രേലിയയിലെ ലാസ്റ്റ് ദിവസമാണ്. നാളെ രാവിലെ ന്യൂസിലാൻഡ് പോവും. അപ്പോൾ ഞങ്ങൾ ജെയ്സ്മോൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് മലാണ്ടയിൽ എബിൻ എന്നാണ് അവൻ്റെ പേര്. അവർ ഫാമിലിയായിട്ട് ഇവിടെ മലാണ്ടയിലാണ് താമസിക്കുന്നത്. കോട്ടയം മണിമലക്കാരനാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ നാടാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതുപോലെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണത്. നല്ല മണ്ണ്, വാഴ കണ്ടില്ല, വാഴ ഉണ്ടോ, എല്ലാ സാധനമുണ്ട്. അവൻ്റെ ഫാദർ ഉണ്ട്, അവൻ്റെ പപ്പയാണ് കൃഷിയെല്ലാം ചെയ്യുന്നത്. അത് 2-2.5 ഏക്കർ സ്ഥലമുണ്ട്. അതിൻ്റെ തില്ലാത്ത സാധനമില്ലെന്ന് പറയാം. ഉണ്ട്, അവൻ്റെ പപ്പയാണ് ഇപ്പോൾ കാണുന്നത്. പപ്പയനാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവൻ്റെ പപ്പയുടെ കൊച്ചു മകളാണ് ഇരിക്കുന്നത്. അവർ ഒരു 2 ആണും 1 പെണ്ണുമാണ്. വൈഫ് നേഴ്സാണ്. എല്ലാ കൃഷികളുമുണ്ട്. ഒരു പഴയ ഒരു സ്ഥലം, ഒരു 2-2.5 ഏക്കർ സ്ഥലം ഓസ്ട്രേലിയയിലേക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു ഭാഗ്യമല്ലേ. അതിൻ്റെ അകത്ത് ഇല്ലാത്ത സാധനമൊന്നുമില്ലെന്ന് വീണ്ടും ഞാൻ പറയാം. ഇതിങ്ങനെ കിടക്കുവാണ് സ്ഥലമെല്ലാം. അതായത് അവിടെ പ്ലാവുണ്ട്. പ്ലാവെന്ന് പറഞ്ഞാൽ പ്ലാവ് തന്നെ ഉണ്ട്. 3 കൊല്ലമായുള്ള നല്ല കായുണ്ട്. വാഴയുണ്ട്, തെങ്ങുണ്ട്. തെങ്ങ് കുഴിച്ച് വെച്ചിട്ടേ ഉള്ളൂ, കായായി വരുന്നേ ഉള്ളൂ. ഒരു ആറാണ് കാണുന്നത്. അതിൽ ഒരു ആറാണ്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നമില്ല. നല്ല സൂപ്പർ മണ്ണാണ്. ഇത് 2.5 ഏക്കർ സ്ഥലമായി കാണുന്നത്. ഞങ്ങളിതെല്ലാം ഒന്ന് നടന്ന് കാണുകയാണ് ചെയ്തത്. പ്ലാവന്തോട്ടം കൊണ്ടോ എത്ര മനോഹരമാണെന്ന്. ഈ പുല്ലൊക്കെ തെളിച്ച് റെഡിയാക്കിയിട്ടിരിക്കുന്ന അവർ കർഷകരാണ്. അവരെ കാണുമ്പോൾ തന്നെ അറിയാം. അവിടെ അതുകൊണ്ട് ഇഞ്ചിയുണ്ട്, നല്ല വിളവുള്ള ഇഞ്ചി. നമ്മുടെ ഇവിടുത്തെ പോലെയല്ല, നല്ല കറുത്ത മണ്ണാണ്. അതുകൊണ്ട് ഇഞ്ചിയുണ്ട്, അതുപോലെ കപ്പയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടുത്തുകാർ തന്നെ വന്ന് നമ്മുടെ നാട്ടുകാർ തന്നെ വിലയ്ക്ക് മേടിച്ചുകൊണ്ട് പോകും. നല്ല വിലയും കിട്ടും. അതുകൊണ്ട് ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നല്ല ഒരു രസമുള്ള ഒരു പരിപാടിയാണ്. ഇതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. നമ്മൾ എന്താ പറയുക, നാട്ടിൽ നിൽക്കുന്നതാണെന്നേ തോന്നുള്ളൂ. ഓസ്ട്രേലിയയിലാണെന്ന് ഒരു കണക്കും പറയില്ല. കോഴി കുഞ്ഞുങ്ങൾ അല്ലേ. അവർക്ക് ഇത് ഈ പഴയ ഒരു ഫാമായിരുന്നു, വലിയൊരു ഫാമായിരുന്നു കേട്ടോ. ഈ ഫാമിൻ്റെ ഭാഗങ്ങളൊക്കെ അവരിപ്പം ഫാം ഉപയോഗിക്കുന്നില്ല. കോൾഡ് സ്റ്റോറേജ്, അതുപോലെ എല്ലാ സാധനങ്ങളും കോൾഡ് സ്റ്റോറേജൊക്കെ ഉണ്ട് ഇവിടെ. വലിയ ഹാള് പോലെ ഒരു പ്രോഗ്രാമൊക്കെ നടത്താൻ നല്ല പറ്റിയ പരിപാടിയാണ്. ഒരു മലയാളി അസോസിയേഷൻ്റെ പരിപാടികളൊക്കെ ഇവിടെ നടത്തുന്നുണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത്. നിങ്ങൾ ഇന്ന് 3-ാം തീയതി ഇവിടെ പ്രോഗ്രാമുണ്ട്. ഇവരുടെ വണ്ടിയാണ് ഈ കാണുന്നത്. അങ്ങനെ ഇവർ ഫാമിലിയോടൊപ്പം ഞങ്ങളൊരു ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു. ഇവരുടെ ഫോട്ടോയാണ് ഈ കാണുന്നത്. ഓക്കെ.